ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് അടിപൊളിയായിട്ടൊരു ഊണ് റെഡിയാക്കിയാലോ. വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഊണ്. ഒരു ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ ഒരു രസവും വളരെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഊണിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ രസത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തു. ഇനി നമ്മൾ എടുക്കുന്നത് 1/2 ടീസ്പൂൺ തന്നെ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്. ഇതൊന്ന് പൾസ് ചെയ്തെടുക്കുക, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക്, അതുപോലെ തന്നെ തൊലി കളയാതെയാണ് കേട്ടോ ഇഞ്ചി എടുത്തിട്ടുള്ളത്. ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതൊക്കെ തൊലി കളയാതെ ചേർക്കാം. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും തൊലി കളയാതെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചേർക്കുക. 4-5 ഉള്ളി മാത്രം തൊലി കളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം ഞാനൊരു മൺകലം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കലോ നോൺ സ്റ്റിക്ക് പാനോ എന്തെങ്കിലും ആവട്ടെ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിതിലേക്കൊരു 4-5 ഉലുവ അല്ലെങ്കിൽ 8-10 ഉലുവ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് 10 ഉലുവ വരെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവയുടെ ടേസ്റ്റ് അത്ര താല്പര്യമില്ലെങ്കിൽ 4-5 ഉലുവ ചേർത്താലും മതി. കടുകും ഉലുവയും പൊട്ടി കഴിയാറായിട്ട് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിൽ തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമില്ല. തക്കാളി ചേർക്കുകയാണെങ്കിൽ നമ്മളൊന്ന് പതുക്കെ മിക്സിയിൽ കറക്കിയിട്ട് ചേർക്കാം കേട്ടോ, മുറിച്ചിട്ടല്ല ചേർക്കുന്നത്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രസത്തിലെ പരിപ്പാണ്. അപ്പോൾ പരിപ്പ് കറിയായിട്ടോ പരിപ്പ് വേവിച്ചതോ എന്തായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിനി മിക്സിയുടെ അതേ ജാറിലേക്ക് തന്നെ നമ്മുടെ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. തക്കാളിയും പൾസ് ചെയ്തെടുത്താൽ മതി, അരഞ്ഞു പോരുത്. നമ്മുടെ തക്കാളി ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയും കൂടി ചേർക്കാം. ഒരു തക്കാളി മതി കേട്ടോ, അധികം തക്കാളിയൊന്നും വേണ്ട, നമ്മൾ പുളി ചേർക്കുന്നതല്ലേ. അപ്പോൾ ഞാനിവിടെ പരിപ്പ് കറി ഉണ്ടാക്കിയ പരിപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ശരിക്കും പരിപ്പ് വേവിച്ച വെള്ളം ചേർത്താലും മതി, 2 ഗ്ലാസ് പരിപ്പ് വേവിച്ച വെള്ളം ചേർത്താലും മതി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് കറിയാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ മുളക് പൊടി ചേർക്കില്ല ഈ രസത്തിൽ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ പരിപ്പിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം നമുക്ക് കുക്കായിട്ട്. അപ്പോൾ വാളൻപുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ, വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. കുറച്ചധികം വെള്ളത്തിൽ, 2-3 ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങളെപ്പോഴും പറയാറുണ്ട് ഞാൻ ചോറ് വയ്ക്കുന്ന വീഡിയോ കാണിക്കാറില്ല എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോറ് കലത്തിലല്ല വയ്ക്കുന്നത്, കുക്കറിലാണ് വയ്ക്കുന്നത്. ചെറിയ കുക്കറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ചെറിയ കുക്കർ. ഞാൻ ആ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോറ് വയ്ക്കുന്ന വീഡിയോ കാണിക്കാത്തത്. ഇപ്പോൾ ചോറ് കുക്കറിൽ ഇപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ, അരി ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം കണ്ടോ, എൻ്റെ ഈ കലത്തിൻ്റെ അത്രയും തന്നെയുള്ള കുക്കറിലാണ് ഞാൻ അരി അടുപ്പത്തിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ചോറ് ഇതിൽ മതി കേട്ടോ. ഇതിലും കുറച്ച് വളരെ ചെറിയ അളവിലാണ് അരി ഇട്ടിരിക്കുന്നത്, ബാക്കി വെള്ളമാണല്ലോ. അപ്പോൾ ആദ്യം കറി റെഡിയാക്കിയിട്ട് നമ്മൾ ചോറ് റെഡിയാക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കറികളാണ് നമുക്ക് ചൂട് മാറി കിട്ടേണ്ടത്, അതിനാണ് ടേസ്റ്റ്. കറികളൊക്കെ ചൂട് മാറി കിട്ടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോറ് റെഡിയായാൽ മതി. അപ്പോൾ ചോറ് റെഡിയാകാനായിട്ട് കുക്കറിൻ്റെ വിസിലൊക്കെ വരട്ടെ. നമ്മുടെ കറിയുടെ പരിപാടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്ന് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പരിപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. ഞാൻ പരിപ്പിൽ ചതച്ച മുളക് ചേർത്താണ് കറി ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് പരിപ്പ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലിരിക്കുന്നത് കേട്ടോ, പരിപ്പിൻ്റേതായ കളറിലിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വാളൻപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ പല രീതിയിൽ പരിപ്പ് കറി ഉണ്ടാക്കാറുണ്ടല്ലോ.
നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചളവിൽ രസം ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ പരിപ്പുള്ളത് കൊണ്ട് തന്നെ ഒന്ന് കുറുകി വരും കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില, 4-5 പിഞ്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ വേണ്ട, ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ രസം വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക. ഇതൊന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് വരണം. അതിനനുസരിച്ച് നമ്മൾ പുളിയൊക്കെ ചെക്ക് ചെയ്യുക. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പുളിയൊക്കെ ചെക്ക് ചെയ്യുക. പുളി കുറവാണെങ്കിൽ വീണ്ടും പുളി ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് ചതച്ച് ചേർക്കുക, അല്ലെങ്കിൽ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. നന്നായിട്ടൊരു 2 മിനിറ്റ് വെട്ടി തിളയ്ക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ രസത്തിൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തിയുടെ പരിപാടികൾ നോക്കാം. അപ്പോൾ നമ്മുടെ രസം നമ്മൾ അടുത്ത ബർണറിലേക്ക് മാറ്റി വെച്ചു. ഞാൻ വേറെ പാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ പഴയ പാനാണ് നല്ലത്. 3 ഉള്ളി തൊലിയോടുകൂടി കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് എല്ലാം എളുപ്പം പരിപാടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉള്ളി ഒന്ന് ചൂടാക്കി എടുക്കുക. ഉള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് കളർ മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചൂടാക്കി എടുക്കുക. ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് വറ്റൽമുളകല്ല കേട്ടോ, കാശ്മീരി ചില്ലിയാണ്. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് വറ്റൽമുളകാണ്. അപ്പോൾ ഞാൻ 2 വറ്റൽമുളക് എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു 5 എണ്ണം എടുത്തോളൂ. അപ്പോഴാണ് ചമ്മന്തിക്ക് നല്ല കളർ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് ഉണക്ക ചെമ്മീനൊന്നും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇതിലേക്ക് പുളി ചേർക്കുന്നില്ലേ എന്ന് മാത്രം ചോദിക്കരുത്. ഈ റെസിപ്പിയിൽ പുളി കറക്റ്റ് ആവില്ല. പുളി ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് പുളി ചേർത്തിട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പുളി ചേർത്തിട്ട് ഉണ്ടാക്കാം. ഞാൻ പുളി ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ രസം ദാ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 1.5 മിനിറ്റ് ആയിട്ടോ തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് രസത്തിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കി എല്ലാം കറക്റ്റാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ രസം റെഡിയായി. ഇപ്പുറത്ത് നമ്മുടെ ഉള്ളിയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു 2 വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഈ വറ്റൽമുളകിൻ്റെ കളറും കൂടി ഒന്ന് മാറി വരണം. അപ്പോൾ നമ്മുടെ ചമ്മന്തി അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അമ്മിക്കല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ തൊലി മാറ്റിയെടുത്ത ഉള്ളി, അതുപോലെ തന്നെ വറ്റൽമുളക്, പിന്നെ നമ്മുടെ ആവശ്യത്തിന് തേങ്ങ ചിരവിയത്. തേങ്ങ ചൂടാക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. തേങ്ങ പച്ചയ്ക്ക് തന്നെ അരയ്ക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കരുത്. പൾസ് ചെയ്ത് അരച്ചെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതാ നമ്മുടെ തേങ്ങ ചമ്മന്തി അരച്ചെടുത്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ കാശ്മീരി ചില്ലി അല്ലാത്തത് കൊണ്ട് നമ്മുടെ ചമ്മന്തിക്ക് കളർ കുറവാണ് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ കാശ്മീരി ചില്ലി തന്നെ എടുക്കുക. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ചമ്മന്തി കിട്ടും. അപ്പോൾ ചമ്മന്തിയുടെ പരിപാടിയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുട്ട പൊരിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് പൊരിക്കുന്നത്. ഈ മുട്ട പൊരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പൊരിക്കുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഊണ് കഴിക്കാനുള്ള സമയമായിട്ടോ. ഞാൻ എന്താ മുട്ട പൊരിക്കാനായിട്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം. ഇന്ന് നമ്മുടെ മുട്ട വറുത്തത് സ്പെഷ്യലാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സവോള ചേർത്തിട്ടാണ് മുട്ട വറുക്കുക. ഇന്നിപ്പോൾ മുട്ട പൊരിച്ചതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ നല്ല ചെറിയ ഉള്ളി, അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. മുളക് പൊടിയില്ല, കുരുമുളക് പൊടിയില്ല. അങ്ങനെ സ്പെഷ്യലായിട്ടുള്ളൊരു മുട്ട പൊരിച്ചതാണ്. പിന്നെ ഒരു ടിപ്പും കൂടി പറയാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ദോശക്കല്ലിൽ ദം ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഇരുമ്പിൻ്റെ ദോശക്കല്ലാണെങ്കിൽ പിന്നെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വിട്ട് കിട്ടില്ല. എനിക്കിതുപോലെ പണി കിട്ടിയതാണ്. ഞാൻ നല്ല കറക്റ്റായിട്ട് മയക്കി എടുത്ത് വെച്ചിരുന്ന ദോശക്കല്ലാണ്. അപ്പോൾ ആ ദോശക്കല്ലിൽ ഞാനൊരു ദിവസം ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കിയിട്ട് ദം ചെയ്തു. വീഡിയോ ഒന്നും ആയിരുന്നില്ല കേട്ടോ, വീട്ടിലേക്ക് ഉണ്ടാക്കിയതാണ്. പക്ഷെ ദം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ദോശക്കല്ല് എണ്ണ പുരട്ടി വയ്ക്കാൻ വിട്ടുപോയി. എണ്ണ പുരട്ടി വയ്ക്കാൻ വിട്ടുപോയിട്ട് പിന്നീട് ദോശ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തിട്ട് ദോശ വിട്ടുപോരുന്നില്ല. നിങ്ങൾ ഉടനെ തന്നെ ദോശക്കല്ലിൽ എണ്ണ പുരട്ടി വയ്ക്കുകയാണെങ്കിൽ ദോശ പെട്ടെന്ന് ഉണ്ടാക്കിയാൽ വിട്ടുപോരും. ഇല്ലെങ്കിൽ കുറേ നാളുകളെടുത്താലും ദോശ വിട്ടുപോരില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ
ദോശക്കല്ലാണ് മുട്ട പൊരിക്കാൻ വെച്ചിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ദോശക്കല്ലെടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ദോശക്കല്ലിൽ മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശ വേഗം തന്നെ വിട്ടുപോരും. അപ്പോൾ ഇതൊരു ടിപ്പാണ് അറിയാത്ത കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 2 മുട്ടയാണ് പൊരിക്കാൻ എടുത്തിട്ടുള്ളത്. 2 മുട്ട 2 പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ ഈ ദോശക്കല്ല് കഴുകില്ല കേട്ടോ. ഈ ദോശക്കല്ല് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ മുട്ട പൊരിച്ച് കഴിഞ്ഞിട്ട് ദോശക്കല്ല് ചൂടോടുകൂടി തന്നെ എണ്ണ പുരട്ടി വയ്ക്കും. ഇങ്ങനെ 2-3 പ്രാവശ്യം മുട്ട പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശക്കല്ലിൽ നിന്ന് ദോശ എളുപ്പത്തിൽ വിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ അറിയാത്ത കുട്ടികൾക്കുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സാണ്. അപ്പോൾ അതാ ഇപ്പോൾ മുട്ട വേഗം വിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കിയാലും വിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടോ, മുട്ട ഈസി ആയിട്ട് വിട്ട് കിട്ടി. അപ്പോൾ എനിക്ക് ഈ ദോശക്കല്ലിൽ ഇന്ന് വൈകിട്ട് മസാല ദോശ ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മുട്ട പൊരിക്കാനായിട്ട് ദോശക്കല്ലെടുത്തത്. അപ്പം ഞാൻ ഇതുപോലെ മുട്ട പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മളിതാ നമ്മുടെ ചോറ് വിളമ്പിക്കഴിഞ്ഞു. പിന്നെ ഞാൻ ഇന്നിപ്പോൾ സെർവ് ചെയ്യുന്നത് നിങ്ങൾ ഇന്ന് റെസിപ്പിയിൽ കാണാത്ത ഒരു കറിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ടാക്കിയ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതും കൂടി സെർവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ബീട്രൂട്ട് മെഴുക്കുവരട്ടിയുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. റെസിപ്പി ഉണ്ടാക്കാനായിട്ട് അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമുക്കത് അടുത്ത ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മുടെ ചമ്മന്തി, രസം ഞാനിപ്പോൾ ഗ്ലാസ്സിലാണ് സെർവ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.